ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന്. ബഹിരാകാശ നിലയത്തിലെത്തിയ ശുഭാംശു പുതുയുഗത്തിന് തുടക്കം കുറിച്ചതായി പ്രധാനമന്ത്രി. ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതിൽ അഭിമാനമെന്ന് ശുഭാംശു. മുല്ലപ്പെരിയാർ ഡാം ഇന്ന് തുറക്കും. ജലനിരപ്പ് 136 അടി കവിഞ്ഞു. പെരിയാറിന്റെ ഇരുകരകളിലുമുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. രാജ്യത്ത് സാമൂഹിക സുരക്ഷാ പരിരക്ഷ 19 നിന്ന് 64% അന്താരാഷ്ട്ര തൊഴിൽ സംഘടന. കൊൽക്കത്ത ലോ കോളേജിൽ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. സ്മൃതി മന്ധാനയുടെ സെഞ്ചുറി കരുത്തിൽ ഇംഗ്ലണ്ടിനെതിരായ വനിതാ T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11-ന് പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 123-ാം പതിപ്പാണ് ഇത്. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാവുന്നതാണ്. ആകാശവാണി, ദൂരദർശൻ, ആകാശവാണി ന്യൂസ് വെബ്സൈറ്റ്, ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ് എന്നിവയിലൂടെ പരിപാടി തത്സമയം കേൾക്കാം. ആകാശവാണി ന്യൂസ്, DD ന്യൂസ്, PMO, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും പ്രക്ഷേപണം ഉണ്ടാകും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാൻശു ശുക്ലയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ സംവദിച്ചു. പുതിയൊരു യുഗത്തിനാണ് ശുഭാൻശു തുടക്കം കുറിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ശുഭാൻശുവിന് ലഭിച്ച അപൂർവമായ അവസരത്തിന് അദ്ദേഹം അഭിനന്ദനം രേഖപ്പെടുത്തി. ബഹിരാകാശ പരീക്ഷണങ്ങൾ ഭാവിയിൽ കൃഷിക്കോ ആരോഗ്യമേഖലയ്ക്കോ ഗുണം ചെയ്യുമോയെന്നും ശ്രീ മോദി ചോദിച്ചു. आज मातृभूमि से, भारत भूमि से सबसे दूर है, लेकिन भारतवासियों के दिलों के सबसे करीब है. आपकी यात्रा नए युग का शुभ आरंभ भी है. अंतरिक्ष में भारत का परचम लहराने के लिए मैं आपको हार्दिक बधाई देता हूं. ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് പറഞ്ഞ ക്യാപ്റ്റൻ ശുക്ല ഭൂമിയിലെയും ബഹിരാകാശത്തെയും സാഹചര്യങ്ങളിലെ വ്യത്യാസങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ബഹിരാകാശത്ത് നടത്തുന്ന പരീക്ഷണങ്ങൾ ഭൂമിക്ക് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. भारत सच में बहुत भव्य दिखता है, बहुत बड़ा और पृथ्वी की वननेस की फीलिंग है, जो हमारा भी मोटो है कि अनेकता में एकता. उसका महत्व ऐसा समझ में आता है बाहर से देखने में कि लगता है कि कोई बॉर्डर एग्जिस्ट ही नहीं करता, कोई राज्य नहीं एग्जिस्ट करता, कंट्रीज नहीं एग्जिस्ट करती. हम सब ह्यूमैनिटी का पार्ट है और अर्थ हमारा एक घर है और हम सब के सब उसके सिटीजन्स हैं. ഭരണഘടനയുടെ ആത്മാവാണ് അതിന്റെ ആമുഖമെന്നും അത് മാറ്റാൻ കഴിയില്ലെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. അടിയന്തരാവസ്ഥയിൽ ജനങ്ങളുടെ സ്വാതന്ത്ര്യം കവർന്നെടുത്ത ഘട്ടത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മാറ്റം വരുത്തിയതെന്ന് ന്യൂഡൽഹിയിൽ നടന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ആമുഖത്തിൽ മാറ്റം വരുത്തിയത് ഭരണഘടനാ ശില്പികളുടെ ആശയങ്ങളെ അട്ടിമറിക്കുന്നതിന് തുല്യമാണെന്ന് ശ്രീ ധൻഖർ വ്യക്തമാക്കി. ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തെലങ്കാനയിലെ നിസാമാബാദിൽ നിർവഹിക്കും. ബോർഡിന്റെ ഔദ്യോഗിക ലോഗോയും അദ്ദേഹം പ്രകാശനം ചെയ്യും. നിസാമാബാദിലെ ജനപ്രിയ നേതാവായ D. ശ്രീനിവാസിന്റെ പ്രതിമയും ഷാ അനാച്ഛാദനം ചെയ്യും. നിസാമാബാദിൽ നടക്കുന്ന കർഷക റാലിയെ കേന്ദ്രമന്ത്രി അഭിസംബോധന ചെയ്യും. ഹൈദരാബാദിൽ BJP സംസ്ഥാന നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം 2 മുതൽ 5 രാജ്യങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഘാന, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, അർജന്റീന, ബ്രസീൽ, നമീബിയ എന്നിവിടങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ 8 ദിവസത്തെ സന്ദർശനം. പശ്ചിമബംഗാളിൽ കൊൽക്കത്ത ലോ കോളേജിൽ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായ കേസിലെ 4ാം പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോളേജിലെ സുരക്ഷാ ജീവനക്കാരനായ ഇയാളെ ഇന്നലെയാണ് പിടികൂടിയത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 4ആയി. പ്രധാന പ്രതികളായ മനോജിത് മിശ്ര, പ്രോമിൻ മുഖർജി, സായിദ് അഹമ്മദ് എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോളേജിലേക്ക് BJP നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞത് സംഘർഷത്തിന് ഇടയാക്കി. സംസ്ഥാന അധ്യക്ഷൻ സുഗാന്ത മജുംദാർ ഉൾപ്പെടെ ഒട്ടേറെ നേതാക്കളെ കസ്റ്റഡിയിലെടുത്തു. അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ 4-അംഗ സമിതിയെ നിയോഗിച്ചു. വായുമലിനീകരണം ചെറുക്കുന്നതിനായി കൃത്രിമ മഴ പെയ്യ്ക്കാനുള്ള സംരംഭവുമായി ഡൽഹി സർക്കാർ. ഇതിന്റെ ഭാഗമായി ജൂലൈ 4-നും 11-നും മധ്യേ ക്ലൌഡ് സീഡിംഗ് പ്രവർത്തനങ്ങൾ നടക്കും. ഡൽഹി പരിസ്ഥിതി മന്ത്രി മജീന്ദർ സിംഗ് സിർസയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. കാൺപൂർ IIT സാങ്കേതിക ഏകോപനം നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ സാമൂഹിക സുരക്ഷാ പരിരക്ഷയിൽ രാജ്യം ചരിത്രപരമായ നേട്ടം കൈവരിച്ചതായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് സാമൂഹിക സുരക്ഷാ പരിരക്ഷ 19% നിന്ന് 64.3% കണക്കുകൾ. നിലവിൽ രാജ്യത്തുടനീളമുള്ള 94 കോടിയിലധികം ജനങ്ങളിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹിക സുരക്ഷാ വലയം സൃഷ്ടിക്കപ്പെട്ടതായും ശ്രീ മാണ്ഡവ്യ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സാമൂഹ്യ സുരക്ഷാ പരിരക്ഷയും ഇന്ത്യ നടത്തിയ മുന്നേറ്റം അഭിനന്ദനാർഹമാണെന്ന് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഡയറക്ടർ ജനറൽ ഗിൽബർട്ട് ഹുംബോ അഭിപ്രായപ്പെട്ടു. In India, for example, for inclusive and sustainable society brought forward very concretely and now with 10 well-documented case studies on how we expand social justice through responsible business practices. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണനിരക്കിൽ ഇന്ത്യ 78% കുറവ് കൈവരിച്ചു. ആഗോളതലത്തിൽ 61% ഇത്. രാജ്യത്ത് വാക്സിൻ ലഭിക്കാത്ത കുട്ടികളുടെ ശതമാനം 2023 0.11% ആയിരുന്നത് 2024 0.06% കുറഞ്ഞു. ഏകദേശം 3 കോടി ഗർഭിണികൾക്കും 2.6 കോടി ശിശുക്കൾക്കും പ്രതിവർഷം സൌജന്യ പ്രതിരോധ കുത്തിവയ്പ് നൽകിവരുന്നു. 12 രോഗങ്ങൾ തടയാൻ കഴിയുന്ന വാക്സിനുകളാണ് സൌജന്യമായി നൽകുന്നത്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. ഇവിടങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യത. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 136.1 അടിയായി. ജലനിരപ്പ് നിയന്ത്രിച്ചു നിർത്താനായി ഇന്ന് രാവിലെ മുതൽ ഡാം തുറന്ന വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്ന് തമിഴ്നാട് നേരത്തെ അറിയിച്ചിരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. കോടതി നിർദ്ദേശവും ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ അഭ്യർത്ഥനയും കണക്കിലെടുത്ത് രാത്രിയിൽ ഡാം തുറക്കില്ലെന്ന് തമിഴ്നാട് അറിയിച്ചിരുന്നു. ജലനിരപ്പ് റൂൾ കർവ് ലെവലായ 136 അടിയിലെത്തിയാൽ സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്ന് തമിഴ്നാട് മുന്നറിയിപ്പ് നൽകിയിരുന്നു. റൂൾ കർവ് ലെവൽ പാലിക്കാനായി ഇന്ന് രാവിലെ 9 മണിക്ക് ശേഷം 1000 ഘനയടി വീതം വെള്ളം സ്പിൽവേയിലൂടെ പുറത്തേക്ക് ഒഴുക്കുന്നതിനാണ് തമിഴ്നാടിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ഇന്നലെ രാത്രി 10 മണിക്ക് ആദ്യഘട്ട മുന്നറിയിപ്പ് നൽകി. വെള്ളം ഒഴുകിയെത്തുന്ന പെരിയാറിന്റെ ഇരുകരകളിലും ജില്ലാ ഭരണകൂടം കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. 880 കുടുംബങ്ങളിൽ നിന്നായി 3220 ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികളും പൂർത്തിയാക്കി. 20ഓളം ക്യാമ്പുകളാണ് ഇതിനായി സജ്ജീകരിച്ചത്. അതേസമയം ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുകയാണ്. 2117 ഘന അടി വെള്ളം ഇരച്ചിൽപ്പാലം ടണൽ വഴി തമിഴ്നാട് കൊണ്ടുപോകുന്നുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂരിലെ പിണറായിയിൽ പൊതുജനങ്ങളിൽ നിന്ന് നിവേദനം സ്വീകരിക്കും. പിണറായി കൺവെൻഷൻ സെന്ററിലുള്ള മണ്ഡലം ഓഫീസിലാണ് പരിപാടി. പിണറായി പോലീസ് സ്റ്റേഷന് പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും ഇന്ന് രാവിലെ മുഖ്യമന്ത്രി നിർവഹിക്കും. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ നാളെ അദ്ദേഹം പങ്കെടുക്കും. സൂംബ ഡാൻസ് ഒരു കാർഡിയാക് വ്യായാമമാണെന്നും ചില യാഥാസ്ഥിതികരുടെ സമ്മർദ്ദത്തിന് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും വഴങ്ങേണ്ടതില്ലെന്നും നിയമസഭാ സ്പീക്കർ AN ഷംസീർ. ഇസ്ലാം പുരോഗമന വീക്ഷണമുള്ള വിശ്വാസമാണെന്നും മതത്തിന്റെ കുപ്പായം അണിഞ്ഞ ചില യാഥാസ്ഥിതികരാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്നും ആലപ്പുഴയിൽ ഒരു പരിപാടിയിൽ സംസാരിക്കവെ സ്പീക്കർ വ്യക്തമാക്കി. ഇംഗ്ലണ്ടിനെതിരായ വനിതാ T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 97 റണ്ണിന്റെ ഉജ്ജ്വല വിജയം. ഇന്ത്യൻ വനിതകൾ ഉയർത്തിയ 211 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 14.5 ഓവറിൽ 113 റണ്ണിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. ഇന്ത്യയ്ക്കായി ശ്രീചരണി 4 വിക്കറ്റുകൾ വീഴ്ത്തി. T20 അന്താരാഷ്ട്ര മത്സരങ്ങളിലെ തന്റെ ആദ്യ സെഞ്ചുറി നേടിയ സ്മൃതി മന്ദാനയാണ് കളിയിലെ താരം. US ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന ഇന്ത്യയുടെ തൻവി ശർമ്മ യുക്രൈൻ താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് കീഴടക്കിയാണ് 16-കാരിയായ തൻവി കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന്. ബഹിരാകാശ നിലയത്തിലെത്തിയ ശുഭാംശു പുതുയുഗത്തിന് തുടക്കം കുറിച്ചതായി പ്രധാനമന്ത്രി. ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതിൽ അഭിമാനമെന്ന് ശുഭാംശു. മുല്ലപ്പെരിയാർ ഡാം ഇന്ന് തുറക്കും. ജലനിരപ്പ് 136 അടി കവിഞ്ഞു. പെരിയാറിന്റെ ഇരുകരകളിലും ഉള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. രാജ്യത്ത് സാമൂഹിക സുരക്ഷാ പരിരക്ഷ 19 നിന്ന് 64% അന്താരാഷ്ട്ര തൊഴിൽ സംഘടന. കൊൽക്കത്ത ലോ കോളേജിൽ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. സ്മൃതി മന്ദാനയുടെ സെഞ്ചുറി കരുത്തിൽ ഇംഗ്ലണ്ടിനെതിരായ വനിതാ T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.